ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീമൻ നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുപ്രഭാതം, ശുഭദിനം നേരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6-ാം അധ്യായം 6-ാം ദശകം മുഴുവൻ പഠിച്ചു അല്ലെ. എല്ലാ വാക്കുകളുടെയും അർത്ഥസഹിതം നല്ല വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മളത് ഭഗവാനിൽ സമർപ്പിക്കുകയാണ്. ആ 6-ാം അധ്യായം ഭഗവാന് സമർപ്പിക്കുന്നു. അപ്പം നമ്മളെല്ലാവരും ആദ്യം നമുക്ക് ആ മുഴുവൻ അധ്യായം വായിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ അർത്ഥം ഒന്നും കൂടി പറഞ്ഞു തരാം. അത്രയേ ഉള്ളൂ ഇന്ന്. അപ്പോൾ ഇന്ന് ആദ്യം വായിക്കാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു വസന്ത തിലകം എന്ന് പറയുന്ന വൃത്തമാണ്. പാട്ടും ഇതൊക്കെ അറിയാവുന്നവർ നന്നായിട്ട് പാടിക്കൊള്ളൂ. ഓരോ വാക്കിൻ്റെ പോലും അർത്ഥം പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ മനസ്സിലായി. പാട്ടറിയാവുന്നവർ നന്നായി ഈണത്തിൽ പാടി പ്രാക്ടീസ് ചെയ്തോ, യാതൊരു കുഴപ്പമില്ല. പക്ഷേ തെറ്റുകൾ വരാൻ പാടില്ല. വാക്കുകളും അക്ഷരങ്ങളും ഒക്കെ സ്ഫുടമായിട്ട് പറഞ്ഞ് വായിക്കാം. നമുക്ക് വായിക്കാം. നാരായണീയം ദശകം 6 വിരാട് സ്വരൂപ വർണ്ണനം. ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഏവം ചതുർദശ ജഗന്മയതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമപി ദേവരസാതലം തേ ഗുൽഫദ്വയം ഖലു മഹാതലമത്ഭുതാത്മൻ ജംഘേ തലാതലമഥോ സുതലം ച ജാനു കിഞ്ചോരുഭാഗയുഗളം വിതലാതലേ ദ്വേ ക്ഷോണീതലം ജഘനമംബരമംഗനാഭിഃ വക്ഷശ്ച ശക്രനിലയസ്തവ ചക്രപാണേ ഗ്രീവാമഹസ്തവ മുഖം ച ജനസ്തപസ്തു ഫാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരപി അന്യൈർനിബദ്ധവപുഷേ ഭഗവൻ നമസ്തേ ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവഘനാസ്തവ കേശപാശാഖ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ നിശേഷവിശ്വരചനാ ച കടാക്ഷമോക്ഷഃ കർണൗ ദിശോശിയുഗളം തവ നാസികേ ത്വേ ലോഭത്രപേ ച ഭഗവന്നധരോത്തരോഷ്ടൗ താരാഗണാശ്ചരദനാശമനശ്ച ദംഷ്ട്രാ മായാവിലാസഹസിതം ശ്വസിതം സമീരോ ജിഹ്വാജലം വചനമീശ ശകുന്തപങ്ക്തിഃ സിദ്ധാദയസ്വരഗണാമുഖരന്ധ്രമഗ്നിഃ ദേവാപുജാസ്തനയുഗം തവ ധർമ്മദേവഃ പൃഷ്ടം ത്വധർമ്മൈഹ ദേവമനഃസുതാംശുഃ അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ കുക്ഷിസമുദ്രനിവഹ വസനം തു സന്ധ്യേ ശേഫപ്രജാപതിരസൗ വൃഷണൗ ച മിത്രഃ ശ്രോണിസ്ഥലം മൃഗഗണാഃ പദയോന്നഖാസ്തേ ഹസ്ത്യുഷ്ട്രസൈന്ധവമുഖാഗമനം തു കാലഃ വിപ്രാതിവർണഭവനം വദനാബ്ജബാഹോः ചാരൂര്യുഗ്മചരണം
കരുണാംബുധേ തേ സംസാരചക്രമയി ചക്രധരക്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി കുലാനി ശൈലാഹ നാട്യത്സരിത്സമുദയസ്തരവശ്ചരോമജ്ജിയാദിതം വപുരനിർവചനീയമീശാം ഈദൃഗ്ജഗന്മയവപുസ്തവ കർമ്മഭാജാം കർമാവസാനസമയേ സ്മരണീയമാഹുः തസ്യാന്തരാത്മവപുഷേ വിമലാത്മനേ തേ വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ വാതാലയാധിപ നമോസ്തു നിരുന്തിരോഗാൻ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണ 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 നാരായണ. ഇനി നമ്മൾക്ക് ടോട്ടൽ അർത്ഥം നോക്കാം. അധ്യായത്തിൻ്റെ മുഴുവൻ ശ്ലോകമൊന്നും വായിക്കുന്നില്ല, അർത്ഥം മാത്രം പറയാം. ആദ്യ 5-ാമത്തെ ദശകത്തിൽ നമ്മൾ ഭഗവാന്റെ ഭഗവാന്റെ ശരീരം അല്ലേ, ആ വപുവിനെ പറ്റി ഇത് ചെയ്തു. അതുകൊണ്ട് ഇവിടെ ഇപ്രകാരം 14 ലോകസ്വരൂപൻ, ഭഗവാന്റെ ശരീരം 14 ലോകമാണെന്ന് നമ്മൾ 5-ാമത്തെ ദശകത്തിൽ ലാസ്റ്റ് പറഞ്ഞു നിർത്തി. അപ്പോൾ ആ 14 ലോകസ്വരൂപനായിരിക്കുന്ന ഈശ്വര, അങ്ങയുടെ പാദതലത്തെ, അതായത് ഉള്ളംകാലിനെ പാതാളമെന്നും, പാദോർദ്ധദേശം, ഊർദ്ധം എന്ന് പറഞ്ഞാൽ മുകൾ വശം, അപ്പം കാലിൻ്റെ പുറവടി, അതാണ് ഊർദ്ധദേശം, അത് രസാതലമെന്നും, ഗുൽഫദ്വയം, ദ്വയം എന്ന് പറഞ്ഞാൽ 2, ഗുൽഫ എന്ന് പറഞ്ഞാൽ നെരിയാണി, ആ ആങ്കിള് കാലിൻ്റെ പാദസരയിടുന്ന ആ ഭാഗം, മഹാതലമെന്നും പറയുന്നു. ചക്രപാണിയായ അല്ലയോ ദേവ, അങ്ങയുടെ ജംഘകൾ, അതായത് കണങ്കാലുകൾ തലാതലവും, ജാനുക്കൾ എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ സുതലവുമാകുന്നു. തുടക്കാമ്പിൽ അടിഭാഗം വിതലവും മുകൾ ഭാഗം അതലവുമാകുന്നു. ജഘനം അരക്കെട്ട്, ജഘനം എന്ന് പറഞ്ഞാൽ അരക്കെട്ട്, ക്ഷോണീതലവും, ക്ഷോണീതലം ഭൂമിതലവും, നാഭിപ്രദേശം ലോകവും, ആകാശം, അന്തരീക്ഷ ലോകവും, മാറിടം ഇന്ദ്രലോകവുമാണ്. ഇന്ദ്രലോകം എന്ന് പറഞ്ഞാൽ സ്വർഗം ആകുന്നു. സർവലോക സ്വരൂപിയായിരിക്കുന്ന അങ്ങയുടെ കഴുത്ത് മഹർലോകമാകുന്നു. മുഖമാകട്ടെ ജനലോകവും, അങ്ങയുടെ നെറ്റി തപോലോകവും ശിരസ് സത്യലോകവുമാകുന്നു. തുടർന്ന് പറയുവാൻ പോകുന്നവയാലും കൂടി രൂപമെടുത്ത, അതായത് ഇനി മുമ്പോട്ട് പറയുന്നവയെല്ലാം കൂടി ചേർത്ത്, അവയെല്ലാം കൂടി ചേർന്ന് രൂപമെടുത്ത പ്രപഞ്ച സ്വരൂപിയായ അങ്ങയ്ക്ക് നമോവാകം നമസ്കാരം. അല്ലയോ പ്രപഞ്ചകാരണനായ ഈശ്വര, അങ്ങയുടെ ബ്രഹ്മരന്ധ്രപദം, അതായത് നെറുകയിൽ നെറുക വേദങ്ങളാകുന്നു. അങ്ങയുടെ കേശപാശങ്ങൾ മേഘങ്ങളാകുന്നു. അങ്ങയുടെ പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ ഗ്രഹമാകുന്നു. കൺപീലികൾ രാപകലുകളും കണ്ണുകൾ സൂര്യചന്ദ്രന്മാരുമാകുന്നു. അങ്ങയുടെ തൃക്കടാക്ഷം സമസ്ത പ്രപഞ്ച സൃഷ്ടിയാകുന്നു. അങ്ങയുടെ ചെവികൾ ദിക്കുകളാകുന്നു. നാസികാരന്ധ്രങ്ങൾ അശ്വിനി ദേവകളും, അങ്ങയുടെ താഴത്തെ ചുണ്ട് ലോപവും മുകളിലത്തെ ചുണ്ട് ലജ്ജയും, ദന്തനിരകൾ നക്ഷത്രങ്ങളും, ദന്തെന്ന് പല്ലുകൾ, അത് നക്ഷത്രങ്ങളും, ദംഷ്ട്ര കോമ്പല്ലുകൾ യമനുമാകുന്നു. അല്ലയോ ഈശ്വര, അങ്ങയുടെ പുഞ്ചിരി മായയാകുന്നു. അങ്ങയുടെ ശ്വാസം കാറ്റാകുന്നു. അങ്ങയുടെ നാവ് ജലവും, വാക്ക് പക്ഷിഗണങ്ങളും, സ്വരഭേദങ്ങൾ സിദ്ധന്മാരും മറ്റ് ദിവ്യ കലാകാരന്മാരുമാകുന്നു. അങ്ങയുടെ വായ അഗ്നിയാകുന്നു. അങ്ങയുടെ കൈകൾ ലോകപാലകന്മാരായ ദേവന്മാരും സ്തനയുഗം ധർമ്മദേവനുമാകുന്നു. അല്ലയോ സരസിജ നേത്ര താമരക്കണ്ണ, അങ്ങയുടെ പൃഷ്ഠം അധർമ്മമാകുന്നു. പുറകുവശം മനസ്സ് ചന്ദ്രനും
ഹൃദയം സത്വരജസ്തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയാകുന്ന അവ്യക്തതയുമാകുന്നു. ഉദരപ്രദേശം സമുദ്രസമൂഹങ്ങളും വസ്ത്രങ്ങൾ പ്രഭാതവും പ്രദോഷവുമാകുന്നു. അങ്ങയുടെ ഗുഹ്യാവയവം ബ്രഹ്മാവും വൃഷണങ്ങൾ മിത്രദേവനുമാകുന്നു. അല്ലയോ കാരുണ്യവാനായ ഭഗവാനെ, അങ്ങയുടെ ശ്രോണിപ്രദേശം, അതായത് ആസനം, മൃഗവർഗങ്ങളും കാലിലെ നഖങ്ങൾ ആന, ഒട്ടകം, കുതിര മുതലായ മൃഗങ്ങളും അങ്ങയുടെ ഗതി കാലവുമാകുന്നു. അതായത് സഞ്ചാരം, ഭഗവാൻ പോകുന്ന ആ ഗതി, അത് കാലവുമാകുന്നു. അങ്ങയുടെ മുഖം ബ്രാഹ്മണരുടെയും കൈകൾ ക്ഷത്രിയരുടെയും, ഭഗവാന് ബാഹുക്കൾ വലിയ കൈകളുണ്ടെന്നല്ലേ നമ്മൾ മഹാബാഹു എന്നാണ് പറയുന്നത്. ആ വലിയ കൈകൾ എന്തിനാ? ക്ഷത്രിയന്മാരായിട്ടാണ്, ഭഗവാന്റെ കൈകളാണ് ക്ഷത്രിയരായിട്ട് യുദ്ധം ചെയ്യാനായിട്ടൊക്കെ ജനിച്ചത്. അപ്പം ക്ഷത്രിയരുടെയും തുടകൾ വൈശ്യരുടെയും പാദങ്ങൾ ശൂദ്രരുടെയും ജനന സ്ഥലമാകുന്നു. അപ്പം ഇവരൊക്കെ ജനിച്ചത് ആ ഭഗവാന്റെ ഈ അവയവങ്ങളിൽ നിന്നാണെന്നർത്ഥം. അല്ലയോ ചക്രപാണിയായ ഈശ്വര, അങ്ങയുടെ പ്രവർത്തികൾ സംസാര ചക്രവും വീര്യം അസുരഗണവും അസ്ഥികൂടങ്ങൾ ശൈലനിരകളും, ശൈലനിര പർവ്വതങ്ങളും രക്തചംക്രമണ വ്യൂഹം, അതാണ് നാഡികൾ, ആ നാഡികൾ സരിത് സമുദായവും, സരിത്ത് എന്ന് പറഞ്ഞാൽ നദികളുടെ സമുദായവും രോമങ്ങൾ വൃക്ഷങ്ങളും ആകുന്നു. അങ്ങയുടെ ഈ അനിർവചനീയമായ രൂപം, വർണ്ണിക്കാൻ പറ്റാത്ത, വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്തതായ രൂപം എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുമാറാകട്ടെ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയുടെ ഈ വിശ്വരൂപം കർമ്മയോഗികൾക്ക് കർമ്മയോഗാനുഷ്ഠാന അവസാനത്തിൽ സ്മരിക്കപ്പെടുവാൻ യോഗ്യമാണത്രേ. ഈ വിശ്വരൂപത്തിൻ്റെ അന്തരാത്മാവായി വർത്തിക്കുന്ന ശുദ്ധ സത്വസ്വരൂപമേ, അങ്ങയ്ക്ക് നമസ്കാരം. എൻ്റെ രോഗങ്ങളെ ശമിപ്പിച്ചു തരണമേ. ഭട്ടതിരിപ്പാടിൻ്റെ പ്രാർത്ഥനയായിരുന്നു. ഇനി ഭാഗവതത്തിൽ നിന്നും അവിടുന്ന് ഇവിടുന്നും ഒക്കെ നമ്മൾ ഭഗവാന്റെ സ്വരൂപ വർണ്ണനയൊന്ന് എടുത്തായിരുന്നു, നോക്കി കണ്ടുപിടിച്ച് എഴുതി വെച്ചായിരുന്നു. അതായത് എല്ലാമൊന്നും നമുക്ക് പഠിക്കേണ്ടത് കുറച്ച് മാത്രം എങ്കിലും മുഴുവനും ഒന്ന് അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കിപ്പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു മഹാവിഷ്ണുവിൻ്റെ വിരാട് പുരുഷൻ്റെ അംഗങ്ങൾ, ത്രിലോകങ്ങൾ, 3 ലോകങ്ങൾ ഭഗവാന്റെ ശരീരമാണ്. ഭൂലോകം, അതായത് ഭൂമി പാദങ്ങളാണ്. ദേവലോകം ശിരസാണ്. ആകാശം എന്ന് പറയുന്ന നാഭിയാണ്. സൂര്യൻ എന്ന് പറയുന്ന നേത്രം, കണ്ണുകളാണ്. വായു മൂക്കാണ്. ദിക്കുകൾ ചെവിയാണ്. ബ്രഹ്മദേവൻ ഗുഹ്യസ്ഥാനമാണ്. മൃത്യു അപാന വായുവാണ്. ലോകപാലന്മാർ കൈകളാണ്. ചന്ദ്രൻ ഭഗവാൻ മനസ്സാണ്. യമൻ ഭഗവാന്റെ പുരികങ്ങളാണ്. ലജ്ജ ഭഗവാന്റെ മേൽച്ചുണ്ട്. ലോഭം കീഴ്ച്ചുണ്ട്. ജ്യോത്സ്ന അത് പല്ലുകളാണ്. മായ പുഞ്ചിരിയാണ്. വൃക്ഷലതാദികൾ രോമങ്ങളാണ്. ഭഗവാന്റെ ശരീരത്തിലെ രോമങ്ങൾ ആണ്. മേഘങ്ങൾ തലമുടികളാണ്. ആത്മജ്യോതി അത് കൗസ്തുഭമാണ്. ആത്മജ്യോതി പ്രഭ അത് ശ്രീവത്സമാണ്. സ്വമായ അത് വനമാലയാണ്. വേദം ഭഗവാന്റെ വസ്ത്രം പീതാംബരമാണ്. പ്രണവം പൂണൂലാണ്. ജ്ഞാനയോഗവും അഷ്ടാംഗയോഗവും ഭഗവാന്റെ കാതിലെ കുണ്ടലങ്ങളാണ്. ബ്രഹ്മലോകം കിരീടമാണ്. അവ്യാകൃത തത്വം, അതായത് അത് അനന്തനാണ്. അനന്തൻ എന്ന് പറഞ്ഞാൽ ആ വാസുകി എന്ന സർപ്പം, ഭഗവാൻ ശയിക്കുന്ന അനന്തൻ, അത് അവ്യാകൃത തത്വം ആണ്. സത്വഗുണം അത് പത്മമാണ്. പത്മം താമരയുണ്ടല്ലോ കയ്യിൽ. പ്രാണൻ ഗദയാണ്, ഭഗവാന്റെ കയ്യിലെ ഗദ. ജലം ശംഖാണ്. തേജസ് സുദർശന ചക്രമാണ്. ആകാശതത്വം ഖഡ്ഗമാണ്, വാളാണ്. കയ്യിലുള്ള വാളാണ് ആകാശതത്വം. ഇനി തമോ ഗുണം പരിചയാണ്. കാലതത്വം ശാർഗവും ചാപവുമാണ്.
ശാർഗം എന്ന ചാപം, വില്ല്. ഭഗവാന്റെ വില്ലിൻ്റെ പേരാണ് ശാർഗം. പിന്നെ കർമ്മശക്തി, അത് ആവനാഴിയാണ്. ഇന്ദ്രിയങ്ങൾ ശരങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ശരങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സ് തേരാണ്. തന്മാത്രകൾ, അതായത് തേരിൻ്റെ ആ ബാഹ്യരൂപം, അത് തേരിൻ്റെ അതാണ് തന്മാത്രകൾ. അഭയവരത മുദ്രകളൊക്കെ തന്മാത്രയാണ്. അപ്പോൾ ദേവപൂജാസ്ഥാനം അത് സൂര്യമണ്ഡലമാണ്. ദീക്ഷ ദേവപൂജായോഗ്യത. ഭഗവത് സേവ ദുരിതനാശം, അതായത് ഭഗവത് സേവ ചെയ്താൽ ദുരിതനാശം ഉണ്ടാവും, സ്വദുരിതനാശം ഉണ്ടാവും. ഭഗസ്വരൂപം അത് താമരയാണ്. ധർമ്മം ചാമരാണ്. യശസ് വ്യജനമാണ്. വൈകുണ്ഠം കുടയാണ്. വേദത്രി 3 വേദങ്ങൾ ഗരുഡനാണ്. യജ്ഞമൂർത്തി സ്വരൂപമാണ്. ചിച്ചക്തി അത് ലക്ഷ്മി ദേവിയാണ്. ഇനി തന്ത്രമൂർത്തി അത് വിശ്വസേനാണ്. നന്ദാദി അഷ്ടദ്വാര പാലകന്മാർ എല്ലാവരും അഷ്ടസിദ്ധികളാണ്. ഇത്രയാണ് ഭഗവാന്റെ സ്വരൂപത്തെപ്പറ്റി പറയുന്നത്. വെറുതെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ, അത്ര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമല്ല. എങ്കിലും അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും ഹരി ഓം നാരായണ. സകലം ശ്രീകൃഷ്ണ കൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി.